ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. 2047 വികസിത രാജ്യമാകുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തത അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ ഭാവ്നഗറിൽ 34,200 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. GST നിരക്കുകളിൽ കുറവ് വരുത്തിയത് സാധാരണക്കാർക്കു വേണ്ടിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. തൂത്തുക്കുടിയിൽ തീപ്പെട്ടി പടക്ക നിർമ്മാണ സംഘങ്ങളുടെ 100ാം വാർഷിക ആഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. പുതിയ GST പരിഷ്കാരങ്ങളുടെ ഭാഗമായി ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ പരാതി പരിഹാര സൌകര്യം ഒരുക്കിയതായി കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ്. പുതുക്കിയ GST നിരക്കുകളും ഇളവുകളും സംബന്ധിച്ച് ഉയരാവുന്ന ഉപഭോക്തൃ ചോദ്യങ്ങളും പരാതികളും പരിഹരിക്കുന്നതിനായാണ് നടപടി. ശബരിമല ക്ഷേത്രം മതാതീത ആത്മീയതയുടെ ആരാധനാലയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പമ്പാതീരത്ത് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമലയെ തീർത്ഥാടക ഭൂപടത്തിൽ ശ്രദ്ധേയ കേന്ദ്രമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാലുടൻ ശബരിമലയിൽ റോപ്പ് വേ നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് മന്ത്രി VN വാസവൻ. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. സിനിമാ മേഖലയിൽ നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. അഭിനന്ദനമറിയിച്ച് പ്രധാനമന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും. സംസ്ഥാനത്തെ അതിദരിദ്രർക്ക് ആരോഗ്യവകുപ്പിന്റെ വാതിൽപ്പടി സേവനങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഈ മാസം 28 മുതൽ ഒക്ടോബർ 28 വരെ രക്തപരിശോധനയും വൈദ്യസഹായവുമായി ആരോഗ്യ പ്രവർത്തകർ അതിദരിദ്ര വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ വീടുകളിലെത്തും. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനം സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവ് പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി V ശിവൻകുട്ടി. വിഷയത്തിലെ പരാതികൾ പരിശോധിക്കുന്നതിന് സംസ്ഥാന തലത്തിൽ നവംബർ 10 അദാലത്ത് സംഘടിപ്പിക്കും. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുവരുന്ന നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ ക്യാമ്പയിനിന്റെ ഭാഗമായി എറണാകുളം ഗോശ്രീ ദ്വീപുകളെ നെറ്റ് സീറോ കാർബണിലേക്ക് എത്തിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. പരിപാടിയുടെ ഉദ്ഘാടനവും പദ്ധതി രേഖാ പ്രകാശനവും മന്ത്രി P രാജീവ് തിങ്കളാഴ്ച കൊച്ചിയിൽ നിർവഹിക്കും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും നിയമാനുസൃതമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. വിഷയത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ തദ്ദേശ പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിച്ച് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പരാതികൾ 15 ദിവസത്തിനകം കമ്മീഷൻ സെക്രട്ടറിക്ക് രേഖാമൂലം നൽകാം. ശ്രീനാരായണ ഗുരുവിന്റെ 98ാം സമാധി ദിനാചരണം നാളെ. ദിനാചരണത്തോടനുബന്ധിച്ച് വർക്കല ശിവഗിരി മഹാസമാധിയിലും ചെമ്പഴന്തി ഗുരുകുലത്തിലും അരുവിപ്പുറത്തും വിവിധ പരിപാടികൾ നടക്കും. വയൽവാരം വീട്ടിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. രാജ്യാന്തര യാത്രക്കാരുടെ എണ്ണത്തിൽ പുതിയ റെക്കോർഡുമായി തിരുവനന്തപുരം വിമാനത്താവളം. കഴിഞ്ഞ മാസം 2,25,000 രാജ്യാന്തര യാത്രക്കാരാണ് വിമാനത്താവളത്തിലെത്തിയത്. 14 വിദേശ നഗരങ്ങളിലേക്ക് 1,404 സർവീസുകൾ ഓഗസ്റ്റിൽ നടത്തി. സപ്ലൈകോ ഓണസമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് തിങ്കളാഴ്ച രാവിലെ 11 എറണാകുളം കടവന്ത്രയിലെ സപ്ലൈകോ കേന്ദ്ര കാര്യാലയത്തിൽ നടക്കും. ഓണക്കാലത്ത് സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്നോ ഓണച്ചന്തകളിൽ നിന്നോ 1000 രൂപയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിയ ഉപഭോക്താക്കളിൽ നിന്നാണ് വിജയികളെ കണ്ടെത്തുക. ട്യൂണ മത്സ്യബന്ധനം, കടൽപ്പായൽ, അലങ്കാര മത്സ്യബന്ധനം എന്നിവയിൽ നിക്ഷേപവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2025 നവംബറിൽ ലക്ഷദ്വീപിൽ നിക്ഷേപകരുടെയും കയറ്റുമതിക്കാരുടെയും സംഗമം സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയുടെ വികസനം സംബന്ധിച്ച് കൊച്ചിയിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. ഇന്ന് നടന്ന മത്സരത്തിൽ മലേഷ്യൻ സഖ്യത്തെ 21-17, 21-14 ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. അന്തർദേശീയ തീരദേശ ശുചീകരണ ദിനത്തിന്റെ ഭാഗമായി വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കോവളം ഹവ്വ ബീച്ചിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 2 ദിവസത്തെ മൊറോക്കോ സന്ദർശനം തിങ്കളാഴ്ച ആരംഭിക്കും. മൊറോക്കോയിൽ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസിന്റെ പുതിയ നിർമ്മാണ യൂണിറ്റ് ശ്രീ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും.
അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന രോഗാണുക്കളെ കണ്ടെത്താൻ മഹാത്മാഗാന്ധി സർവകലാശാല ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ബയോമെഡിക്കൽ റിസർച്ച് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പ്രത്യേക ജലപരിശോധനാ സൌകര്യം ആരംഭിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.